ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. വിവിധ പ്രവർത്തന രംഗങ്ങളിൽ ഉടനീളമുള്ള വിദ്യാഭ്യാസം രൂപീകരിക്കുവാൻ അറിവും കഴിവുള്ളവരുമാണ് ഇൻസ്ട്രക്ടർമാർ. അധ്യാപകർ പഠനത്തിനും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും പരിശീലനാർത്ഥികൾക്ക് പ്രായോഗിക കഴിവുകൾ നേടുന്നതിനും സഹായിക്കുന്നു. ഈ സെഷനിൽ അധ്യാപകരുടെ പങ്കും വിദ്യാഭ്യാസ യാത്രയിൽ അവരുടെ സ്വാധീനവും നമുക്ക് കാണിക്കുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ടീച്ചർ, ട്രെയിനർ, ഇൻസ്ട്രക്ടർ എന്നീ പദങ്ങൾ വേർതിരിച്ചറിയാനാകും. ഒരു ഇൻസ്ട്രക്ടറുടെ റോളുകൾ എന്തൊക്കെയെന്ന് പ്രസ്താവിക്കാനാകും. ഒരു ഇൻസ്ട്രക്ടറുടെ റോളുകൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കാനുമാകും. ടീച്ചറും ട്രെയിനറും ഇൻസ്ട്രക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ITA-യിൽ പുതിയതായി നിയമിക്കപ്പെട്ട ഇൻസ്ട്രക്ടർ കവിത മാസ്റ്റർ ട്രെയിനറായ ഡാനിയലിനെ കാണാൻ വന്നിരിക്കുകയാണ്. സർ, ഒരു ടീച്ചർ, ട്രെയിനർ, ഇൻസ്ട്രക്ടർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തീർച്ചയായും കവിത, ഈ റോളുകൾക്ക് സാമ്യതയുണ്ട്, പക്ഷേ വ്യക്തമായ ലക്ഷ്യവുമുണ്ട്. വിദ്യാഭ്യാസത്തിലും നൈപുണ്യ വികസനത്തിലും വിദ്യാർത്ഥിയുടെ അനുഭവങ്ങളും ഫലങ്ങളും രൂപപ്പെടുത്തുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ടീച്ചർ, ട്രെയിനർ, ഇൻസ്ട്രക്ടർ എന്നിവർ. ഇനി നമുക്ക് ഓരോ റോളുകളും വിശദമായി നോക്കാം. ടീച്ചർ. ഔപചാരികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെയാണ് ടീച്ചർ എന്ന് പറയുന്നത്. പ്രൈമറി സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ വിവിധ പ്രായത്തിലും വിദ്യാഭ്യാസ തലങ്ങളിലുമുള്ള വിദ്യാർത്ഥികളുമായി അധ്യാപകർ പ്രവർത്തിക്കുന്നു. അവർ പലപ്പോഴും വിദ്യാഭ്യാസ അധികാരികൾ നിശ്ചയിച്ച പാഠ്യപദ്ധതി പിന്തുടരുന്നു. ഒരു ടീച്ചറുടെ പ്രഥമ ലക്ഷ്യം വിദ്യാർത്ഥികളുടെ പഠനം സുഗമമാക്കി അവരെ അറിവും കഴിവും നേടാൻ സഹായിക്കുക എന്നതാണ്. ടീച്ചർമാർ അവരുടെ വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പഠന പുരോഗതിയുടെ മേൽനോട്ടം വഹിച്ച് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. അവർ വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിലും ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാക്കുന്നതിലും പങ്കുവഹിക്കുന്നു. പാഠ്യപദ്ധതിയിൽ വിവരിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങൾ ടീച്ചർമാർ പഠിപ്പിക്കുന്നു. വിവിധ അധ്യയന രീതികളിലൂടെയും ലെസൺ പ്ലാനുകൾ ഉണ്ടാക്കിയും വിദ്യാർത്ഥിയുടെ പ്രകടനം മൂല്യനിർണ്ണയം ചെയ്തും ഫലപ്രദമായ പഠനം ഉറപ്പാക്കുന്നു. ട്രെയിനർ. വ്യക്തികൾക്ക് ശാരീരികമായ കഴിവുകൾ നേടാൻ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിൽ വൈദഗ്ധ്യം നേടിയയാളാണ് ട്രെയിനർ. ട്രെയിനർ പുതിയ കഴിവുകൾ നേടാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്കും പ്രായപൂർത്തിയായവർക്കും ഒപ്പം പ്രവർത്തിക്കുന്നു. നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടാനുള്ള മാർഗങ്ങൾ അവർ വ്യവസ്ഥാപിതമായ രീതിയിൽ നിർദ്ദേശിക്കുന്നു. പ്രത്യേക ചുമതലകൾക്കും കഴിവുകൾക്കും അനുസൃതമായുള്ള ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ ട്രെയിനർ രൂപകൽപ്പന ചെയ്ത് നൽകുന്നു. ഇത് ഔപചാരിക അക്കാദമിക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടാറില്ല. ഇൻസ്ട്രക്ടർ. ഒരു പ്രത്യേക ട്രേഡിനു വേണ്ട പ്രായോഗിക കഴിവുകൾ ട്രെയിനികൾക്ക് നൽകുന്ന വ്യക്തിയാണ് ഇൻസ്ട്രക്ടർ. കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇൻസ്ട്രക്ടർ പഠന പ്രക്രിയയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സാധാരണയായി വലിയ ഒരു പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക. നൈപുണ്യ പഠനത്തിന് സന്ദർഭോചിതമായി ഇടപഴകാനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊടുത്ത് വേണ്ട പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ നൽകുക, ഉടനെ ഫീഡ്ബാക്ക് കൊടുക്കുക എന്നിവയെല്ലാം ഒരു ഇൻസ്ട്രക്ടറുടെ ചുമതലയാണ്. ഒരു ഇൻസ്ട്രക്ടർ പ്രബോധന സാമഗ്രികളായ ലെസൺ പ്ലാൻ, ഡെമോ പ്ലാൻ, ട്രെയിനികൾക്ക് താൽപ്പര്യമുളവാക്കി പ്രചോദനമേകുന്നതിനു വേണ്ട വിഷ്വൽ എയ്ഡ് എന്നിവ വ്യവസ്ഥാപിതമായി തയ്യാറാക്കുന്നു. ഇൻസ്ട്രക്ടറുടെ പങ്ക് അഥവാ റോൾ. നിങ്ങളുടെ പ്രഥമ ചുമതലയായ പരിശീലനം നൽകൽ കൂടാതെ ഇൻസ്ട്രക്ടർമാർക്ക് വേറെയും റോളുകളുണ്ട്. അവ ഓർഗനൈസർ അഥവാ സംഘാടകൻ എന്ന നിലയിൽ, മാനേജർ എന്ന നിലയിൽ, വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിതാവ് എന്ന നിലയിലൊക്കെ ആണ്. നമുക്കിനി ഓരോ റോളും വിശദമായി നോക്കാം. ഓർഗനൈസർ എന്ന നിലയിൽ ഇൻസ്ട്രക്ടർക്കുള്ള റോൾ. പ്രോഗ്രാം സംഘടിപ്പിക്കുക. ഇൻസ്ട്രക്ടർമാരാണ് പരിശീലന പ്രോഗ്രാമുകളുടെ ആർക്കിടെക്റ്റുകൾ. തന്നിരിക്കുന്ന സിലബസുമായി ചേർന്നു പോകുന്ന രീതിയിൽ അവർ വളരെ സൂക്ഷ്മമായി കൃത്യമായ ഘടനയിൽ പാഠ്യപദ്ധതികൾ ഒരുക്കുന്നു. ഇതിൽ കോഴ്സുകളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാക്കുന്ന രീതിയിലുള്ള ഘടകങ്ങളാക്കുക, സെഷനുകൾ തയ്യാറാക്കുക, യോജിച്ച പഠനപാത നിർമ്മിക്കുക എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. പരിശീലന സാമഗ്രികൾ തയ്യാറാക്കുക. പരിശീലന കോഴ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഇൻസ്ട്രക്ടർമാർ കണ്ടന്റ് ക്രിയേഷൻ അഥവാ ഉള്ളടക്കം സൃഷ്ടിക്കുക എന്നത് ചെയ്തു തുടങ്ങുന്നു. അവർ വളരെ സൂക്ഷ്മതയോടെ വിസ്തരിച്ചുള്ള ലെസൺ പ്ലാൻ, വിജ്ഞാനപ്രദമായ റഫറൻസ് മെറ്റീരിയലുകൾ, വിവിധതരം പരിശീലന സഹായികൾ ഉൾപ്പെടുന്ന പഠന സാമഗ്രികൾ നിർമ്മിക്കുന്നു.
ഘടനാപരവും ഫലപ്രദവുമായ പഠനാനുഭവം നൽകുന്നതിന് ഈ സാമഗ്രികൾ വളരെ അത്യാവശ്യമാണ്. പരിശീലനം നൽകുന്ന വിധം. ഫലപ്രദമായ പരിശീലനം നൽകുക എന്നതാണ് ഒരു ഇൻസ്ട്രക്ടറുടെ പ്രധാന ഉത്തരവാദിത്തം. പ്ലാനിംഗ് സെഷനുകൾ ഉൾപ്പെടുത്തുക, പരിശീലന കണ്ടന്റ് തയ്യാറാക്കുക, വിദഗ്ധമായ വിവരാവതരണം, ട്രെയിനികളുടെ പുരോഗതി അളക്കുന്നതിനുള്ള അസസ്മെന്റുകൾ തയ്യാറാക്കുക, അവരുടെ പ്രകടനം സൂക്ഷ്മമായി വിലയിരുത്തുക എന്നിവ അടങ്ങുന്ന സമഗ്രമായ സമീപനം അതിൽ ഉൾപ്പെടുന്നു. വർക്ക്ഷോപ്പ് പ്രകടനം. വർക്ക്ഷോപ്പ് പ്രകടനങ്ങളിലൂടെ ഇൻസ്ട്രക്ടർമാർ കഴിവുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വസ്ത്രനിർമ്മാണ കലയിൽ പ്രാവീണ്യം നേടുന്നതോ മറ്റേതെങ്കിലും കൈത്തൊഴിലിൽ ആവട്ടെ, ട്രെയിനികൾക്ക് ഓരോ ചുവടുവയ്പിലും ഇവർ മാർഗനിർദ്ദേശം നൽകുന്നു. സവിശേഷമായ സ്റ്റൈലുകൾ വരയ്ക്കുക, പാറ്റേണുകൾ ഉണ്ടാക്കുക, തുണിയിൽ അടയാളപ്പെടുത്തി കട്ടിംഗ് ചെയ്യുക, അല്ലെങ്കിൽ മെഷീനിൽ തയ്ക്കുന്നത് കാണിച്ചു കൊടുക്കുക, സങ്കീർണമായ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ക്ലാസ് റൂം സജ്ജമാക്കുക. ഒരു ഫിസിക്കൽ ക്ലാസ് റൂമോ വിർച്വൽ പഠനാന്തരീക്ഷമോ ഓൺ സൈറ്റ് പ്രദർശനമോ ഏതുമാകട്ടെ, അതിനുവേണ്ട പഠന ഇടം അഥവാ സൗകര്യം ഒരുക്കുന്നതിന്റെ ചുമതല ഇൻസ്ട്രക്ടർമാർക്കാണ്. ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുക, സാങ്കേതിക ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക, സുഖകരവും സൗകര്യപ്രദവുമായ പഠനാന്തരീക്ഷം ഒരുക്കുക എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ടൈം മാനേജ്മെന്റ് അഥവാ സമയക്രമീകരണം. ഇൻസ്ട്രക്ടർമാർ ആസൂത്രണം ചെയ്തിട്ടുള്ള ഉള്ളടക്കം മുഴുവനും നിശ്ചിത ക്ലാസ് സമയത്തിനുള്ളിലോ ട്രെയിനിംഗ് സെഷനിലോ ചെയ്തു തീർക്കുന്ന വിധത്തിൽ അവരുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കണം. മനോഭാവ രൂപീകരണം. കഴിവ് സമ്പാദിക്കുക എന്നതിലുപരിയായി പഠനപ്രക്രിയയിൽ മനോഭാവത്തിനുള്ള നിർണായക പങ്കും ഇൻസ്ട്രക്ടർമാർ തിരിച്ചറിയണം. പരിശീലനത്തോട് ട്രെയിനികൾക്ക് ക്രിയാത്മകവും സജീവവുമായ മനോഭാവം വളരാൻ അവർക്ക് പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകണം. മൂല്യനിർണയവും ഗ്രേഡിങ്ങും. ശരിയായ രീതിയിലുള്ള മൂല്യനിർണയവും ഗ്രേഡിങ്ങും ഇല്ലാതെ ഒരു പരിശീലന പദ്ധതിയും പൂർണ്ണമാവുന്നില്ല. ട്രെയിനികളുടെ പ്രകടനങ്ങൾ വ്യവസ്ഥാപിതമായി വിലയിരുത്തി അവ സ്ഥാപിതമായ പ്രബോധന ലക്ഷ്യങ്ങൾക്ക് ചേർന്നു പോകുന്ന വിധത്തിലാണെന്ന് ഇൻസ്ട്രക്ടർമാർ ഉറപ്പുവരുത്തുന്നു. പരീക്ഷകളിലൂടെയും ഗ്രേഡിങ്ങിലൂടെയും അവർ വിലപ്പെട്ട ഫീഡ്ബാക്കുകളും നൽകി മെച്ചപ്പെടുത്തലുകൾക്ക് പ്രോത്സാഹനം നൽകി ഓരോ പഠിതാവിൻ്റെയും പുരോഗതി ട്രാക്ക് ചെയ്യുന്നു. തർക്കപരിഹാരം. ചിലപ്പോൾ ഇൻസ്ട്രക്ടർമാർക്ക് പഠനാന്തരീക്ഷത്തിൽ ഉയർന്നു വന്നേക്കാവുന്ന ചില തർക്കങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പോസിറ്റീവും സജീവവുമായ അന്തരീക്ഷം നിലനിർത്താൻ അവരുടെ സംഘടനാ കഴിവുകൾ അത്യാവശ്യമാണ്. മാനേജർ എന്ന നിലയിൽ ഇൻസ്ട്രക്ടറുടെ റോൾ. ഉപകരണങ്ങളും സാമഗ്രികളും കൈകാര്യം ചെയ്യുക. പരിശീലനത്തിനാവശ്യമായ ഉപകരണങ്ങളും സാമഗ്രികളും ലഭ്യമാക്കുക മാത്രമല്ല, നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നതിൽ ഇൻസ്ട്രക്ടർമാർക്ക് വലിയ പങ്കുണ്ട്. ട്രെയിനിംഗ് സിലബസിനനുസരിച്ച് ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കുക, അവ വേണ്ടതുപോലെ വ്യവസായ മാനദണ്ഡങ്ങൾക്ക് യോജിച്ച വിധത്തിൽ പരിപാലിക്കുക എന്നതും ഈ ചുമതലയിൽ ഉൾപ്പെടുന്നു. നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ഉപകരണങ്ങളുടെയും സാമഗ്രികളുടെയും ഒരു വസ്തുവിവര പട്ടിക അഥവാ ഇൻവെന്ററി ട്രെയിനികൾക്കായി പ്രസാദാത്മകമായ പഠന അന്തരീക്ഷം സൃഷ്ടിച്ച് നല്ല രീതിയിൽ പരിശീലനം നേടി കഴിവുകൾ ഫലപ്രദമായി വളർത്തിയെടുക്കാൻ സഹായകമാകുന്നു. പ്രായോഗിക പരിശീലനത്തിന് മേൽനോട്ടം വഹിക്കുക. സൈദ്ധാന്തിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമപ്പുറത്തേക്ക് ഇൻസ്ട്രക്ടർമാർ അവരുടെ സ്വാധീനം നീട്ടുന്നു. പ്രായോഗിക പരിശീലന സമയത്ത് അവരുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാവാത്തതാണ്. സുരക്ഷ ഉറപ്പുവരുത്തുക, ശരിയായ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പഠനാനുഭവത്തിൻ്റെ സമഗ്രമായ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു. ഈ തലത്തിലുള്ള പങ്കാളിത്തം പ്രായോഗിക കഴിവുകളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ വളർത്തുകയും പഠിതാക്കളുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥാപനവും ട്രെയിനികളും തമ്മിലുള്ള ബന്ധം. ഇൻസ്ട്രക്ടർമാർ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയും ട്രെയിനികളുമായുള്ള ബന്ധത്തിലെ പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നു. അവർ രണ്ടു കൂട്ടരും തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ചാലകങ്ങളായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ട്രെയിനികളെ അവരുടെ പഠനയാത്ര സംബന്ധമായ അഡ്മിനിസ്ട്രേറ്റീവ് നിർദ്ദേശങ്ങളും അപ്ഡേറ്റുകളും അറിയിക്കുന്നു. ഈ ഇരട്ട ഉത്തരവാദിത്വം ട്രെയിനിംഗ് സ്ഥാപനത്തിൽ വ്യക്തതയും വിന്യാസവും ഉറപ്പുവരുത്തുന്നു. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിതാവ് എന്ന നിലയിൽ ഇൻസ്ട്രക്ടറുടെ പങ്ക്. ഗവേഷകൻ. ഇൻസ്ട്രക്ടർമാർ തങ്ങളുടെ വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനായിട്ടും നൂതന അധ്യാപന രീതികൾ കണ്ടുപഠിക്കുന്നതിനായിട്ടും ഗവേഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട്. മെന്റി.
ഇൻസ്ട്രക്ടർമാർക്ക് അവരുടെ ഫീൽഡിലുള്ള വിദഗ്ധരെയോ കൂടുതൽ അനുഭവസമ്പത്തുള്ള അധ്യാപകരെയോ മെന്റർഷിപ്പിനായി അഥവാ മാർഗനിർദ്ദേശത്തിനായി സമീപിക്കാം. ഒരു മെന്റി ആവുന്നതിലൂടെ അവരുടെ അധ്യാപന കഴിവുകളും വിഷയവൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നതിന് മാർഗനിർദ്ദേശം, ഫീഡ്ബാക്ക്, ഉപദേശം എന്നിവ സ്വീകരിക്കാൻ അവരെ അനുവദിക്കുന്നു. കൊളാബറേറ്റർ അഥവാ സഹകാരി. ഇൻസ്ട്രക്ടർമാർ പലപ്പോഴും സമപ്രായക്കാരുമായി പുതിയ പരിശീലന മുറകൾ സൃഷ്ടിക്കുന്നതിനായി മികച്ച രീതികളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും കൂടിയാലോചനകൾ നടത്താറുണ്ട്. അവർ സഹപ്രവർത്തകരോടൊപ്പം പ്രൊഫഷണൽ പഠന സംഘങ്ങളിലും പരിശീലന സംബന്ധിയായുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാറുണ്ട്. സെൽഫ് ഇവാലുവേറ്റർ അഥവാ സ്വയം വിലയിരുത്തൽ. ഇൻസ്ട്രക്ടർമാർക്ക് അവരുടെ സ്വന്തം പരിശീലന പ്രകടനം പതിവായി വിലയിരുത്താൻ കഴിയും. ട്രെയിനികൾ, സഹപ്രവർത്തകർ അല്ലെങ്കിൽ സ്വയം പ്രതിഫലനം എന്നിവയിൽ നിന്ന് ഫീഡ്ബാക്ക് നേടാനും സാധിക്കും. ഈ റോൾ മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുവാനും അധ്യാപന പഠന പ്രക്രിയയിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുവാനും അവരെ സഹായിക്കുന്നു. അധ്യാപനശാസ്ത്ര പഠിതാവ്. ഇൻസ്ട്രക്ടർമാർ വിവിധ അധ്യാപന ശാസ്ത്രങ്ങളെക്കുറിച്ചും പ്രബോധന സാങ്കേതികതകളെക്കുറിച്ചും ക്ലാസ് റൂം കൈകാര്യം ചെയ്യാനുള്ള ടെക്നിക്കുകളെക്കുറിച്ചും പഠിക്കുന്നതിൽ ശ്രദ്ധിക്കണം. ഈ റോൾ അവരെ മാറുന്ന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം ചേർന്ന് അധ്യാപന രീതികൾ അഭിവൃദ്ധിപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ഇൻസ്ട്രക്ടർമാർ അവരുടെ മേഖലയിലെ നൂതന വികസനങ്ങളെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കുകയും അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിരിക്കുകയും വേണം. അവരുടെ വൈദഗ്ധ്യം പരിഷ്കരിക്കുന്നതിനായി ശില്പശാലകൾ, പരിശീലന പ്രോഗ്രാമുകൾ, കോഴ്സുകൾ എന്നിവയിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതോടെ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. അവസാനിപ്പിക്കുന്നതിന് മുൻപ് പഠിച്ച പ്രധാന പോയിന്റുകൾ നോക്കാം. ഒരു പരിശീലകന്റെ പങ്ക്: സംഘാടകൻ, മാനേജർ, ഒപ്പം വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിതാവ്. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.